എന്തായാലും ഷാനവാസിൻ്റെ പ്ലാൻ ഏറ്റിട്ടുണ്ടെന്നത് 100% ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. അതിന് ഉദാഹരണമാണ് ജിസൈലിൻ്റെ ഈ നാഗവല്ലി നടപ്പ്. നാഗവല്ലി നടപ്പെന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതല്ല കേട്ടോ. തൻ്റെ കൈ പുറകെ കെട്ടിയുള്ള ജിസൈലിൻ്റെ നടത്തം കാണുമ്പോൾ ഓരോ പ്രേക്ഷകർക്കും ഓർമ്മ വരിക മണിച്ചിത്രത്താഴിലെ ശോഭനയായിരിക്കും. എന്തായാലും നാഗവല്ലി കയറിയത് നന്നായി എന്ന് തന്നെ പറയാം. ഗെയിമിൻ്റെ തുടക്കത്തിൽ താൻ ഒട്ടും ആക്റ്റീവ് അല്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടി അപ്പാനി ശരത്ത് ഇന്നലെ ഒരു വഴക്ക് ഉണ്ടാക്കിയതേ ഉള്ളൂ. ആ വഴക്കിൻ്റെ തിരിച്ചടിയായിട്ടാവാം ചിലപ്പോൾ ജിസൈലിൻ്റെ ഈ ഒരു ആക്റ്റീവ്നെസ്. എന്തായാലും മൊത്തത്തിലൊരു ഗെയിം സ്പിരിറ്റ് ഇപ്പോഴാണ് ജിസൈലിൽ കാണാൻ സാധിച്ചത്. കുറച്ച് പരിശ്രമിക്കുകയാണെങ്കിൽ വളരെയധികം ക്വാളിറ്റി കണ്ടന്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ് ജിസൈൽ. തുടക്കത്തിലൊന്ന് പാളിപ്പോയെങ്കിലും ഇപ്പോൾ പതിയെ പിടിച്ചു കയറുന്നുണ്ട് ജിസൈൽ. എന്തായാലും ആരുടെയും പക്ഷം ചേർന്ന് ഇപ്പോൾ വരെ ജിസൈൽ ഒരു വിമർശനവും നടത്തിയിട്ടില്ല. സ്വന്തമായ അഭിപ്രായങ്ങളാണ് കൂടുതലും പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജിസൈൽ ജെന്യുവനായിട്ടാണ് ഗെയിം കളിക്കുന്നതെന്നാണ്. പക്ഷേ ഈ ഒരു അഭിപ്രായം ഒരിക്കലും നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കുകയില്ല. കാരണം ഇത് ബിഗ് ബോസ് ആണ്. ഇവിടെ കളി വേറെ തന്നെയാണ്.